ഹലോ, ഞാനങ്ങനെ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച, കുറേ നാളായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സോളോ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എനിക്കറിയില്ല ഇത് കംപ്ലീറ്റ് ആവുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം മെൻ്റലി, ഫിസിക്കലി, ഇമോഷണലി എല്ലാം ഡൗൺ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇതുവരെ എനിക്കൊന്നും അറിയാത്ത, തീർത്തും എനിക്ക് അൺനോൺ ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് ഒരു സോളോ ട്രിപ്പ് പോകാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഞാൻ ഇതിന് മുൻപ് സോളോ ട്രിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിലും ഇത് പക്ഷേ അതിൽ നിന്ന് വ്യത്യാസമുണ്ട്. കാരണം മുൻപ് പോയ സ്ഥലങ്ങൾ അതിന് മുൻപ് ഓൾറെഡി ഞാൻ കുറേയൊക്കെ കണ്ടിട്ടുണ്ട്, പോയിട്ടൊരു പരിചയമുണ്ടായിരുന്നു. പക്ഷേ ഇതെനിക്ക് തീർത്തും അറിയാത്ത, ഞാൻ ഇതുവരെ കാണാത്ത ഒരു സ്ഥലത്തേക്ക്, എനിക്ക് അവിടെ ആരും പരിചയക്കാരും ഇല്ലാത്തൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പം ഫുള്ളായിട്ട് ഇൻ ഓൾ സെൻസ് അതൊരു സോളോ ട്രിപ്പായിരിക്കും എന്നുള്ള ധാരണയിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെ ഞാൻ ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ടീച്ചറെ കണ്ടുമുട്ടുന്നത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട്. സംസാരിച്ച് വരുമ്പോഴേക്ക് ടീച്ചറുടെ നാട് ട്രിവാൻഡ്രമാണ്, ടീച്ചർ ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ്. പറഞ്ഞു വന്നപ്പോഴേക്കും എൻ്റെ ട്രിപ്പിൽ ഞാൻ ആദ്യം കാണാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ടീച്ചറുടെ വീട്. അങ്ങനെ ഞാൻ ഒരിക്കലും ഒരാളെ പോലും പരിചയമില്ല, ഒരാളെ പോലും കാണില്ല എന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത ഈ ട്രിപ്പിൽ ഞാൻ ഇപ്പോൾ ഒരാളുടെ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഒരാളുടെ കൂടെ എന്ന് പറയാൻ പറ്റില്ല, സെയിം ട്രെയിനിൽ വേറൊരു സീറ്റിൽ ടീച്ചറുണ്ട്. ഇറങ്ങിക്കഴിയുമ്പോൾ ഞങ്ങൾ വീണ്ടും മീറ്റ് ചെയ്യും. അപ്പോൾ സോളോ ട്രിപ്പാണെങ്കിലും എൻ്റെ കൂടെ തുടക്കത്തിൽ ഒരാൾ കൂടെ ഇപ്പോൾ ഉണ്ട്. ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ അത് കൺഫേം ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, RAC കിട്ടിയത്. പക്ഷേ ദൈവഭാഗ്യത്തിന് അവിടെയും കുറേ സീറ്റ് വേക്കൻ്റ് ആയിരുന്നു. അതുകൊണ്ട് കുറച്ച് സമയം ഉറങ്ങാൻ പറ്റി. അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വർക്കലയിലേക്കായിരുന്നു ട്രിപ്പെങ്കിലും പ്ലാൻ ചെയ്തതെങ്കിലും ടീച്ചറുടെ വീട് ചിറയൻകീഴാണ്. അപ്പോൾ അവിടുന്ന് തൊട്ടടുത്താണ് ഞാൻ ഫസ്റ്റ് പ്ലാൻ ചെയ്തിരിക്കുന്ന 5 തെങ്ങ് ഫോർട്ട്. അപ്പോൾ ഡയറക്റ്റ്ലി ചിറയൻകീഴേക്ക് പോയിട്ട് അവിടെ നിന്ന് ഫ്രഷപ്പായിട്ട് ടീച്ചറുടെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് 5 തെങ്ങിലേക്ക് പോയാൽ മതി എന്നുള്ള പ്ലാനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു വ്ളോഗറോ ഇതിനു മുന്നേ വ്ളോഗ് എടുത്തിട്ടോ ചെയ്തിട്ടോ ഒന്നും ശീലമൊന്നുമില്ല, സംസാരിച്ചിട്ട് ശീലമൊന്നുമില്ല. പക്ഷേ ഇത് ലൈഫിൽ ഇൻ ഓൾ സെൻസ് ഒരു സോളോ ട്രിപ്പ് തന്നെ ആയതുകൊണ്ട് അതെനിക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു മെമ്മറി കീപ്പ് ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അതിവിടെ ഒരു ഓർമ്മയ്ക്കായി യൂട്യൂബിൽ കിടക്കട്ടെ. ക്യാമറ ക്വാളിറ്റി കുറവായതുകൊണ്ട് വീഡിയോ അത്ര ക്ലിയറൊന്നും ആയിരിക്കില്ല, ക്ഷമിക്കണം. ഇതിൻ്റെ മെമ്മറിക്ക് വേണ്ടി മാത്രമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ എടുത്തതാണ്. പിന്നെ ഇതൊരു ബജറ്റ് ഫ്രണ്ട്ലി യാത്രയാണ്. അങ്ങനെ വളരെയധികം കോസ്റ്റ്ലി ആയിട്ടുള്ള യാത്രയല്ല. സ്ലീപ്പർ ടിക്കറ്റിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കുമുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങോട്ടേക്ക് RAC കിട്ടിയെങ്കിലും ഇങ്ങോട്ടേക്കുള്ളത് കൺഫേം ആവാൻ സാധ്യതയില്ല, നല്ല തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ക്യാൻസൽ ചെയ്തിട്ട് തൽക്കാലം എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു കോസ്റ്റ് മാത്രമേ എക്സ്ട്രാ വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം താമസിക്കാനുള്ള ഹോസ്റ്റലാണെങ്കിലും എല്ലാം ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടെടുത്തതാണ്. താമസിച്ചതൊക്കെ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് പറയാം. ട്രിപ്പിൽ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ 5 തെങ്ങ് ഫോർട്ട്, കുമാരനാശാൻ്റെ സ്മാരകം കായിക്കര, അതുപോലെ പിന്നെ വർക്കല, സൗത്ത് നോർത്തൊക്കെ ക്ലിഫ്സ്, പിന്നെ കുറച്ചൊക്കെ അവിടെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ഡേ കൊല്ലത്തുള്ള ജടായു റോക്കാണ് മെയിൻലി ഞാൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം. അതിൻ്റെ കൂടെ അങ്ങോട്ടേക്ക് പോകുന്നതിൻ്റെ കൂടെ വർക്കല കൂടെ കാണാമെന്ന് വിചാരിച്ച് വർക്കല ഉൾപ്പെടുത്തിയതാണ്. വർക്കല പക്ഷേ അത്ര സോളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണെന്ന് എനിക്ക് തോന്നിയില്ല. അങ്ങനെ ട്രെയിൻ ഇറങ്ങി നേരെ രശ്മി ടീച്ചറുടെ വീട്ടിൽ ചെന്ന് ഫ്രഷായി ടീച്ചറുടെ ഫാമിലിയൊക്കെ കണ്ട് പരിചയപ്പെട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നേരെ 5 തെങ്ങിലേക്ക് പോവാണ്. 5 തെങ്ങാണ് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ 5 തെങ്ങിൽ കാണാം. ഈ റോഡിൽ നിന്ന് എൻട്രൻസ്, അതിലൂടെ കയറി വന്നാൽ അകത്തേക്ക് ഇങ്ങനെ വരാം. അതിനപ്പുറത്തേക്കൊന്നും കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഈ സ്റ്റെയർ കയറിയിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഗ്യാപ്പുണ്ട്. ഇതിലൂടെ അപ്പുറത്ത് പോയാൽ അതിലൂടെ അപ്പുറം കിടക്കാൻ ഗ്യാപ്പില്ല. അപ്പോൾ അവിടെ ലൈറ്റ് ഹൗസ് കാണാം. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ബാക്ക് സൈഡിൽ കടലാണ്. രാവിലെ തുടങ്ങിയതേ ഉള്ളൂ, നല്ല വെയില, 10 മണി ആയതേ ഉള്ളൂ. ഒരിഞ്ഞ വെയിൽ. അതിൻ്റെ മേലെ കൂടി ആകുമ്പോൾ നല്ല ചൂടുണ്ട്. അങ്ങോട്ടേക്ക് നടന്നിട്ട് അപ്പുറത്തെ സൈഡിൽ അതിൻ്റെ അങ്ങേയറ്റത്ത് പോയാൽ അപ്പുറത്തേക്ക് കടൽ കാണാൻ പറ്റും. കടൽ കാണാം. അവിടെ നിന്നാണ് ഞാൻ നടന്നു വന്നത്. അപ്പോൾ ഇതിലൂടെ നടന്നു വന്നാൽ ഈ ഒരു
ഇതിൻ്റെ മേലിൽ നോക്കിയാൽ കടൽ മൊത്തം കാണാം. അട്രാക്ഷൻ എന്നൊക്കെ പറയാൻ മാത്രം ഒന്നുമില്ല, ഇതേ ഉള്ളൂ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കാണുന്നതൊക്കെ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരുടെയൊക്കെ വീടാണ്. അപ്പോൾ ഇതിന് കടലിന് വലിയ കരയൊന്നുമില്ല, കല്ലിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇങ്ങനത്തെ പോലെ കുറേ ദൂരം മുതൽ ഇങ്ങ് വരെ ഇത് തന്നെയാണ്. സൈഡിൽ നിറയെ വീടുകളാണ്. അവർ കടലാക്രമണമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കൂടുതൽ വീടുകളും തകർന്നു പോകുന്നതും ഡാമേജ് വരുന്നതൊക്കെ, എന്നാലും അവർ മാറി താമസിക്കില്ല. ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട്. കടൽ ഭയങ്കര ഡീപ്പ് സീ പോലെ, ഇങ്ങനെ കരയിലേക്ക് അധികം വരാത്ത കടൽ പോലെ ഭയങ്കര ഡീപ്പായിട്ട് നമുക്ക് കളറ് തന്നെ വ്യത്യാസം. ഇതിൽ കാണുമ്പോൾ അത്ര കളറില്ല, നല്ല ഡാർക്ക് കളറാണ്. എൻ്റെ സൈഡിൽ നിറയെ വീട്, തെങ്ങ് കാണാൻ നല്ല ഭംഗിയുണ്ട്. മേളിൽ നോക്കുമ്പോൾ നിറയെ മെയിനുണ്ട് തോന്നുന്നു. നമുക്ക് ഒരുപാട് പരുന്തും കാക്കയൊക്കെ വട്ടമിട്ട് പറക്കാൻ തുടങ്ങിയിരിക്കുന്നു. മറ്റൊരു കാഴ്ച, ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യത്തെ ഫോറിനേഴ്സിനെ കണ്ടിരിക്കുന്നു. അവർ വന്ന പോലെ തന്നെ വിഷാദരായി മടങ്ങിപ്പോകുന്നു. കയറിയതേ ഉള്ളൂ, ഒരു മൂടുമില്ലാണ്ട് തിരിച്ചു പോകുന്ന പോലെ നടക്കും. കാരണം ഇവിടെ കാണാൻ വലിയ കാര്യമായിട്ടൊന്നും ഇല്ലായിട്ടായിരിക്കും. ഇനി നമുക്ക് ഇതിലൂടെ ലൈറ്റ് ഹൗസിൻ്റെ ആ സൈഡിലേക്ക് പോയി നോക്കാം. 2 സെൽഫി എടുക്കാൻ നിന്നിട്ട് കരിഞ്ഞു പോയി ഗൈസ്. അപ്പോഴേക്ക് മറ്റേ മദാമ്മനും അവിടെ എത്തി. എന്നിട്ട് ഹായ് പറഞ്ഞു. ഇതാണ് ഇതിൻ്റെ സെൻറ്റർ വരുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് അയ്യോ, ഓൾറെഡി എനിക്ക് ഹൈറ്റ് പേടിയുള്ളതാ. ഒന്ന് തെന്നിപ്പോയാൽ ഞാൻ ആംബുലൻസ് വരേണ്ടി വരും. നല്ല കാറ്റുണ്ട്, വലിയ വെയിലാണെങ്കിലും. ഈ 5 തെങ്ങ് കോട്ട പണിതുമായി ബന്ധപ്പെട്ടിട്ടാണ് കേരളത്തിൽ ആദ്യത്തെ കലാപം നടക്കുന്നത്. 5 തെങ്ങ് കലാപം, അതിന് സമ്മതം കൊടുത്തുകൊണ്ട്. പിന്നെ ആറ്റിങ്ങൽ കലാപം, സംഘടിത കലാപം നടന്നു. ഇതൊക്കെ ഈ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. അയ്യോ, ലൈറ്റ് ഹൗസ് ഇവിടെ അല്ല അല്ലേ? ലൈറ്റ് ഹൗസ് ഇതാ ആ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലാണ്. ഇതിലാണ് മറ്റേ ബിജു മേനോൻ എന്തോ ഒരു തല്ല് കേസ് എന്ന് പറഞ്ഞ സിനിമയിൽ വലിയ സംഭവമൊന്നുമില്ലാത്തൊരു സിനിമയുണ്ട്. ഞാൻ എങ്ങനെയോ കുറച്ച് ദിവസം മുന്നേ അത് കാണാൻ ഇടയായി. അപ്പോൾ അതിൽ ഈ ലൈറ്റ് ഹൗസിൻ്റെ മുകളിലാണ് ബിജു മേനോൻ, ആ കാട്ടൻ ബിജു മേനോൻ വലിച്ചിടുന്നതൊക്കെ. അയാളുടെ ജോലി ഇതിനകത്തായിരുന്നു. അപ്പോൾ അത് കാണിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് താഴെ പൂട്ടിയിടുമ്പോൾ ഒരു ഇതല്ലേ അത്, ഒരു പാറമ്മലേക്ക് തുള്ളുന്നതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ പാറയൊന്നുമല്ലല്ലോ കാണുന്നത്. ഈ ലൈറ്റ് ഹൗസ് എന്നാണ് ആ ലൈറ്റ് ഹൗസിനെ പറഞ്ഞത്. ഒന്നും പറയാനില്ല. എൻ്റെ കളറിൻ്റെ പകുതി ഇപ്പം തന്നെ കുറഞ്ഞിട്ടുണ്ടോ? ഞാൻ ട്രിപ്പ് തുടങ്ങിയിട്ട് ആകെ 10 മിനിറ്റ് ആയതേ ഉള്ളൂ. എന്നാൽ പിന്നെ ശരി, അടുത്ത ലൊക്കേഷനിൽ കാണാം. അടുത്തത് കുമാരനാശാൻ ജനിച്ച കുമാരനാശാൻ്റെ സ്മാരകമുള്ള കായിക്കരയിലേക്കാണ് വന്നിരിക്കുന്നത്. എന്നോട് പലരും ചോദിച്ചതാണ് എന്തുകൊണ്ട് 5 തെങ്ങ് ഫസ്റ്റ് പോയി, അല്ലെങ്കിൽ അത് കാണാൻ എന്താ കാരണം എന്നുള്ളത്. അതൊന്നുമല്ല, അത് ഹിസ്റ്ററിയുടെ പാർട്ടായതുകൊണ്ടാണ്. കാണാൻ അവിടെ കാര്യമായിട്ടൊന്നുമില്ല. ബേക്കൽക്കോട്ടയോ കണ്ണൂർക്കോട്ടയൊക്കെ കണ്ടിട്ട് പോകുന്ന നമുക്കൊന്നും തോന്നാനില്ല. പക്ഷേ അത് ഞാൻ കുറേ നാളുകളായിട്ട് ഹിസ്റ്ററി ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്ഥലം, അതുപോലെ ഹിസ്റ്ററിയുടെ ഒരു പാർട്ടും ആയതുകൊണ്ട് കണ്ടിരിക്കണം എന്ന് എനിക്ക് അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് സെലക്ട് ചെയ്തത്. അതുപോലെ ഈ കുമാരനാശാൻ്റെ ഈ സ്മാരകവും സോഷ്യൽ സയൻസിലൊക്കെ മെൻഷൻ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതും കാണണമെന്ന് തോന്നി. അല്ലാണ്ട് ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ടൊന്നും വന്നതല്ല. പിന്നെ
ഇതാണ് കുമാരനാശാൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഉള്ള കുറേ കാര്യങ്ങളൊക്കെ ഉള്ളൊരു മ്യൂസിയം പോലുള്ളൊരു സംഭവമൊക്കെ അവിടെയുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. കമലാദാസിൻ്റെ ശിവനേചന്ദ്രൻ്റെയൊക്കെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് അവരവരുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ. അയ്യപ്പൻ, കക്കാട് കുഞ്ഞുണ്ണി മാഷ്, എല്ലാവരും ഉണ്ട്. ഈ ഫോട്ടോയിലാണ് ഞാനിപ്പോൾ പോയത്. അതിൻ്റെ ടോപ്പ് വ്യൂ അങ്ങനെ കാണുമ്പോൾ രസമുണ്ട്. ഇതൊക്കെ ഓരോരാളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിയത് എല്ലാവരുടെയും ഉണ്ട്, ഒരുപാട് ആൾക്കാരുടെ ഉണ്ട്. അവരവരുടെ കൈയക്ഷരത്തിൽ തന്നെയുണ്ട്. ഇതാണ് ആശാൻ സ്മാരകം. 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററി ടെക്സ്റ്റിലുണ്ടായിരുന്നു. ഏതൊരു പാഠത്തിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു അതിലത്തെ വാക്യങ്ങൾ. സ്വാതന്ത്ര്യം തന്നെ മൊത്തം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാണികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. മഹാകവി കുമാരനാശാൻ. ഇവിടെ ഇതിനകത്ത് തന്നെ സ്കൂളുണ്ട്. ഗവൺമെൻറ് ആശാ മെമ്മോറിയൽ LP സ്കൂൾ കായിക്കര. ഞാനിതിൻ്റെ ബിൽഡിംഗ് എന്തോന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇവിടെ വന്ന് പേര് വായിച്ചപ്പോഴാണ് സ്കൂളാണെന്ന് മനസ്സിലായി. ഒച്ചയും ബഹളമൊന്നും ഇല്ല, കുട്ടികളൊക്കെയുണ്ട് തോന്നുന്നു. ഒരു കുഞ്ഞു സ്കൂൾ, LP സ്കൂള്. കായിക്കരയിൽ നിന്ന് നേരെ ബസ് കയറി ഓട്ടോവും പിടിച്ചിട്ട് ഇപ്പോൾ ബുക്ക് ചെയ്തിരിക്കുന്ന മോളീസ് ഹോസ്റ്റൽ, ആലിയിറക്കം ബീച്ചിനടുത്തുള്ള മോളീസ് ഹോസ്റ്റലിലാണ് ഞാൻ സ്റ്റേ ബുക്ക് ചെയ്തിരിക്കുന്നത്. അഫോർഡബിളാണ്, പക്ഷേ വണ്ടി ഉണ്ടെങ്കിൽ ഇത് ചൂസ് ചെയ്യാവൂ. കാരണം കുറച്ചധികം റിമോട്ട് ഏരിയ ആണ്. കുഴപ്പമില്ലാത്ത സ്റ്റേ ആണ്. ഹോസ്റ്റലിൽ ചെന്ന് ഫ്രഷ് ആയ ശേഷം ഓട്ടോയിൽ നോർത്ത് ക്ലിഫിലേക്ക് വന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ ഉച്ചയും വെയിലൊക്കെ ആയപ്പോൾ ഒരു നല്ല അറ്റ്മോസ്ഫിയറൊന്നും അല്ല. ടൈം എങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്യുമെന്നും അറിയില്ല. കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഷോപ്സൊക്കെ ആയിട്ട് ഉള്ളൊരു സ്ഥലം. കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു, ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം അവിടെ പാരാഗ്ലൈഡിങ്ങും സർഫിങ്ങും ഒക്കെ ആയിട്ട് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് അവിടെ കുറേ സമയം വെറുതെ ഇരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ ഷോപ്സൊക്കെ നോക്കി. ഒന്നും വാങ്ങാനൊന്നും പറ്റില്ല. വളരെ ചീപ്പായിട്ടുള്ള സാധനങ്ങൾ പോലും ഭയങ്കരമായിട്ടുള്ള റേറ്റിലൊക്കെ വിൽക്കുന്ന സ്ഥലം. ഫോറിനേഴ്സിന് വേണ്ടി മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള സ്ഥലമാണ്. അല്ലാതെ നമുക്കതിലൊന്നും കൂടുതൽ എൻജോയ് ചെയ്യാനൊന്നും തോന്നില്ല. പിന്നെ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ബീച്ചിലേക്ക് പോകാം. അപ്പോൾ അതും അത്ര സേഫായിട്ടുള്ള ഒരു ലൊക്കേഷനായിട്ട് എനിക്ക് അത്ര ഫീൽ ചെയ്തില്ല. ഒന്നും ബാഡ് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായില്ല, പക്ഷേ കാണുമ്പോൾ എനിക്കങ്ങനെ തോന്നി അതത്ര സേഫായിരിക്കില്ല. പിന്നെ ബീച്ചിൽ നല്ല വെയിലും ചൂടൊക്കെ ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നില്ല. ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കിയിട്ട് കയറിയിട്ട് അവിടെ കാർ പാർക്കിങ്ങിൻ്റെ അവിടെ ഒരു സീറ്റ് ഉണ്ടായിരുന്നു. അവിടെ മാത്രമേ ശരിക്കും പറഞ്ഞാൽ തണലുള്ളൂ. അപ്പോൾ അവിടെ ഇരുന്നിട്ട് കുറേ സമയം അതൊക്കെ നോക്കിയിരുന്നു. കുറേ ഫോറിനേഴ്സ് ഉണ്ട് എന്നല്ലാതെ അവിടെ പ്രത്യേകിച്ച് എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ അവിടെ നൈറ്റാണ് കാണേണ്ടതെന്നൊക്കെ എല്ലാവരും പറയും. പക്ഷേ നൈറ്റ് ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കാനും മാത്രമേ എനിക്കങ്ങനെ വലിയ ഇൻട്രസ്റ്റ് തോന്നിയതുമില്ല. സോ കാണാമെന്നുള്ള ആഗ്രഹത്തിൽ തന്നെ പോയത്. പിന്നെ ട്രാവൽ ചെയ്ത് വന്നതും ആ വെയിൽ കൊണ്ടതൊക്കെ ആയിട്ട് എന്തോ മടുത്തു. അപ്പോൾ കുറേ സമയം അവിടെ ഇരുന്ന് അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കി കാറ്റും കൊണ്ട് ഒന്ന് റെസ്റ്റ് എടുത്തു. അതിനുശേഷം ഞാൻ തിരികെ റൂമിലേക്ക് തന്നെ പോയി. കാരണം നൈറ്റ് അത് കാണാനൊന്നും പിന്നെ ഒരു മൂഡുണ്ടായില്ല. അപ്പോൾ ഫുഡും കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് പോയിട്ട് ഇന്നലത്തെ ക്ഷീണം ഉള്ളതുകൊണ്ട് നന്നായിട്ടൊന്ന് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ നെക്സ്റ്റ് നേരെ കൊല്ലത്തേക്ക് പോകാനുള്ള പ്ലാൻ. വിശേഷമായി അടുത്ത വീഡിയോ കാണാം. ബൈ.